കത്തോലിക്ക സഭയ്ക്ക് നേരത്തെ ഇറ്റാലിക് സെൻട്രിക് എന്നൊരിതുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി ഇറ്റാലിയൻ കർദിനാളന്മാരാണ് മാർപ്പാപ്പമാരായി മാറിയിരുന്നത്. അതിനുശേഷമാണ് 1978 പോളണ്ടുകാരനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നത്, കരോൾ വോയ്റ്റീവ എന്ന കർദിനാൾ. പിന്നീട് ജർമ്മനിയിൽ നിന്നാണ്, അപ്പോഴും യൂറോപ്പിൽ നിന്ന് തന്നെയായിരുന്നു. യൂറോപ്പിൽ നിന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ വന്നു, ജോസഫ് റാറ്റ്സിംഗർ. ഇതെല്ലാം കഴിഞ്ഞാണ് യൂറോപ്പിന് പുറത്ത് നിന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജന്റീനയിൽ നിന്ന് മാർപ്പാപ്പ വന്നത്. ഇതാ സംസാരിക്കുന്നത് ഒരുപക്ഷെ കത്തോലിക്ക സഭയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഫിലിപ്പിനോ കർദിനാൾ ലൂയി ആന്റോണിയോ താഗ്ലെ. അദ്ദേഹമാണ് ഒരുപക്ഷെ മാർപ്പാപ്പയാവുന്ന ഒരുപാട് മീഡിയ പറഞ്ഞ ആളാണ് കർദിനാൾ താഗ്ലെ. ഒരുപക്ഷെ ഈ വലിയ മുക്കുവിന്റെ മോതിരം അണിയിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, തെരുവിൽ പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന, ഒരുപക്ഷെ പാവപ്പെട്ടവരുടെ ദയനീയ കഥ കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന ഒരു വിശുദ്ധനായിട്ട് അറിയപ്പെടുന്ന, ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ലൂയി ആന്റോണിയോ ടാഗ്ലെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പോപ്പുലർ മുഖം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള കർദിനാൾ. ഒരുപക്ഷെ അദ്ദേഹം മാർപ്പാപ്പയാവും എന്ന് വിശ്വസിച്ചിരുന്നവർ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ മുക്കുവിന്റെ മോതിരം നൽകാനായിട്ട് അല്ലെങ്കിൽ അണിയിക്കാനായിട്ട് കത്തോലിക്ക സഭയും മാർപ്പാപ്പയും തിരഞ്ഞെടുത്തത് താഗ്ലെയാണ്. ആ പ്രധാനപ്പെട്ട കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗത്താണ് നാം ഇപ്പോൾ ഉള്ളത്. PP ജെയിംസ് സാറ് സൂചിപ്പിച്ചതുപോലെ മുക്കുവന്റെ മോതിരം എന്നറിയപ്പെടുന്ന സ്ഥാനിക ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ മോതിരം അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഫിലിപ്പീനോ കർദിനാളായ താഗ്ലെയാണ് എന്നുള്ളത് ഇത്തരുണത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ഏഷ്യക്കാരൻ ആണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ വിശുദ്ധ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തെയും ലോകത്തെ മുഴുവനെയും ആശീർവദിക്കുന്ന രംഗങ്ങളാണ് വത്തിക്കാനിൽ നിന്നും ഈ 24 ന്യൂസ് ചാനലിൻ്റെ സ്ക്രീനിലൂടെ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷകരമായ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആശീർവാദ കർമ്മമാണിത് എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. ആകസ്മികതകൾ ധാരാളം ഉണ്ടായിരുന്നു. ജെയിംസ് സാറ് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർത്തു, ഒരുപക്ഷെ മാർപ്പാപ്പയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന കർദിനാൾ താഗ്ലെ എന്ന് പറഞ്ഞല്ലോ. ഇതാണ് വിസ്മയം എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ ഒരുപക്ഷെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള കർദിനാളന്മാരുടെ ഒരു നിര തന്നെയും മാധ്യമങ്ങൾ പലരും അവതരിപ്പിച്ചു. എന്നാൽ കർദിനാൾ പ്രൊവോസ്റ്റിന്റെ പേര് എവിടെയും ഞാൻ കണ്ടില്ല കേട്ടോ. എന്നാൽ അവിടെയാണ് കത്തോലിക്ക സഭയുടെ ഒരു മഹനീയമായ, രഹസ്യാത്മകമായ, വിസ്മയകരമായ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇപ്പോൾ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിനകത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്ത് പ്രത്യേകമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മധുബഹായിൽ എടുത്തു വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനിക സിംഹാസനത്തിൽ ഇരിക്കുന്നു. ലോകം മുഴുവനുമുള്ള ജനങ്ങൾ കൈകളടിച്ച്, വിശ്വാസി സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരഘോഷത്തോടുകൂടെ ആദരവർപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഔദ്യോഗികമായ അധികാര ചിഹ്നങ്ങളോടെ സിംഹാസന ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ.